ഹായ് ഹലോ വെൽക്കം ടു PSC ട്രിക്സ് വിത്ത് അമ്മു. അപ്പോൾ കണ്ണൊക്കെ ശരിയായിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ക്ലാസ് പതുക്കെ റീസ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2026 PSC ബുള്ളറ്റിനിൽ ഉൾപ്പെടുത്താത്ത കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഞാൻ ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PSC ബുള്ളറ്റിൻ നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കയറിയിട്ട് കാണുക കേട്ടോ. ഞാൻ പ്രത്യേകം പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് 2026 പ്രധാനപ്പെട്ട കറണ്ട് അഫെയറിലേക്ക് പോവാം. ഈ PSC ബുള്ളറ്റിലും നമ്മൾ ഈ കറണ്ട് അഫെയറും കൂടെ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ജനുവരി നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. UN വർഷാചരണങ്ങൾ 2026 ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭ 2026 എങ്ങനെയെല്ലാമാണ് ആചരിച്ച് വരുന്നത് എന്നുള്ള 2026 ഏതെല്ലാം 2026 എന്നുള്ള വർഷം ഏതെല്ലാം രീതിയിലാണ് ആചരിക്കുന്നത് എന്നുള്ളത് കേട്ടോ ചോദിക്കാറുണ്ട്. മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം, സുസ്ഥിര വികസന സന്നദ്ധ സേവകരുടെ അന്താരാഷ്ട്ര വർഷം, അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം, ഇതായിരിക്കട്ടെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് കൂടുതലായിട്ടുള്ളത്. അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷം ആയിട്ട് ആചരിക്കുന്ന ഐക്യരാഷ്ട്രസഭ അന്താരാഷ്ട്ര കർഷക സ്ത്രീ വർഷമായിട്ട് ആചരിക്കുന്ന വർഷം ഏതാണ്? 2026. ലോകത്ത് ആദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യ പ്രാണിവർഗമായി മാറിയത് ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ് ആണ് കേട്ടോ. സ്റ്റിംഗ്ലെസ് ബീസ് ആണ് ലോകത്തിൽ ആദ്യമായിട്ട് നിയമപരമായിട്ടുള്ള അവകാശങ്ങൾ ലഭിക്കുന്ന ആദ്യത്തെ പ്രാണിവർഗമായിട്ട് മാറിയത്. ആമസോണിയൻ സ്റ്റിംഗ്ലെസ് ബീസ്, അത് ആമസോണിയൻ കാടുകളിലെ ഒരു കൊമ്പില്ലാത്ത തേനീച്ചകളാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമായ സംസ്ഥാനം എവിടെയാണ്? ഗുജറാത്താണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? ഗുജറാത്ത്. പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ച ശീത കൊടുങ്കാറ്റാണ് എസ്ര എന്നുള്ളത്. പുതുവർഷാരംഭത്തിൽ US വീശിയടിച്ചിട്ടുള്ള ശീത കൊടുങ്കാറ്റിൻ്റെ പേരാണ് എസ്ര. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. ഗ്രീൻ താരിഫ് എന്നറിയപ്പെടുന്ന കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഔദ്യോഗികമായി നടപ്പാക്കിയ അന്താരാഷ്ട്ര കൂട്ടായ്മ ഏതാണ്? യൂറോപ്യൻ യൂണിയൻ. രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 4. ജനുവരി 4 എങ്ങനെയാണ് ആചരിക്കുന്നത്? രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നു. ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി INSV കൗഡിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണ്? ബാബു ശങ്കരനാണ്. ആണികളില്ലാതെ പലകകൾ തുന്നിക്കെട്ടി നിർമ്മിക്കുന്ന പുരാതന രീതി ഉപയോഗിച്ച് ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി INSV കൗഡിന്യ എന്ന കപ്പൽ നിർമ്മിച്ച മലയാളി ശില്പി ആരാണ്? ബാബു ശങ്കരൻ. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ആന്റണി രാജു ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടമാവുന്ന ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യം ഏത്? ഇന്തോനേഷ്യ. 2026 ജനുവരിയിൽ ഡച്ച് കോളനി വാഴ്ചക്കാലത്തെ നിയമങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി സ്വന്തമായി രൂപകൽപ്പന ചെയ്ത പുതിയ പീനൽ കോഡ് നടപ്പിലാക്കിയ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യം ഇന്തോനേഷ്യ. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനാണ് ബേല താർ. 2022 കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഹംഗേറിയൻ ചലച്ചിത്ര സംവിധായകനാണ് ബേല താർ. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യമേതാണ്? ഫ്രാൻസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥ്യം വഹിക്കുന്ന രാജ്യമേതാണ്? ഫ്രാൻസ്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, കറണ്ട് അഫെയറിന് എപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു ചെറിയ ബുക്ക് കീപ്പ് ചെയ്യണം കേട്ടോ. അത് ജനുവരി ഇപ്പം ഞാൻ പറഞ്ഞു PSC ബുള്ളറ്റിൽ അതിൻ്റെ പോയിന്റുകൾ നോക്കിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതിയെടുക്കുക. കൂടാതെ ഇതിലുള്ള പോയിന്റുകളും ജനുവരിയിൽ നിന്ന് ഹെഡിങ് കൊടുത്തിട്ട് നമ്മൾ 2026 ജനുവരിയിൽ നിന്ന് കൊടുത്തിട്ട് നല്ല നല്ല പോയിന്റുകളൊക്കെ എഴുതി വെക്കുക കേട്ടോ. അതാകുമ്പോൾ റിവിഷൻ സമയത്ത് നമുക്ക് നന്നായിട്ട് അത് യൂസ്ഫുൾ ആകും. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ല ഏതാണ്? കൽപ്പറ്റയാണ്. എല്ലാ കോടതികളും പൂർണ്ണമായും കടലാസ് രഹിതമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജുഡീഷ്യൽ ജില്ല കൽപ്പറ്റ. ഈ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ റെഡ് കളറോ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തറിയുന്ന തരത്തിലുള്ള എന്തെങ്കിലും കൊണ്ടൊക്കെ നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതാകുമ്പോൾ എക്സാമിന് പോകുന്ന സമയത്തൊക്കെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് ഓർമ്മയിൽ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലെ പുതിയ അംഗരാജ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്.
ഏതൊക്കെയാണ്? 2026 ജനുവരി 1 മുതൽ 2 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 5 രാജ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ബഹ്റൈൻ, കൊളംബിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലാത്വിയ, ലൈബീരിയ. ഇത്രയും 5 രാജ്യങ്ങളാണ് 2026 ജനുവരി 1 മുതൽ 2 വർഷത്തേക്ക് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള പുതിയ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ബഹ്റൈൻ, കൊളംബിയ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ലാത്വിയ, ലൈബീരിയ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എഴുതി വെക്കണേ. ISROയുടെ ഈ വർഷത്തെ ആദ്യത്തെ ദൗത്യമേത്? അന്വേഷ. ISROയുടെ ഈ വർഷത്തെ ആദ്യത്തെ ദൗത്യമാണ് അന്വേഷ. 2026 ജനുവരിയിൽ മീൻപിടിപ്പാറ ടൂറിസം നിലവിൽ വന്ന ജില്ലയാണ് കൊല്ലം. 2026 ജനുവരിയിൽ മീൻപിടിപ്പാറ ടൂറിസം പദ്ധതി നിലവിൽ വന്ന ജില്ല കൊല്ലം. 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ് ആരാണ്? തിരുവിഴ ജയശങ്കരനാണ് കേട്ടോ. തിരുവിഴ ജയശങ്കറാണ് 2026 ഹരിവരാസനം പുരസ്കാര ജേതാവ്. എഴുതി വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ല എറണാകുളം. കടമക്കുടി ഗ്രാമീണ കായൽ ടൂറിസം പദ്ധതി നിലവിൽ വരുന്ന ജില്ലയാണ് എറണാകുളം. കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 ജനുവരിയിൽ വേദിയാകുന്ന നഗരം ന്യൂഡൽഹി. കോമൺവെൽത്ത് പാർലമെന്റ് സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും സമ്മേളനത്തിന് 2026 ജനുവരിയിൽ വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചേക്കും ഇപ്പം തന്നെ. കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ജസ്റ്റിസ് സൗമൻ സെൻ. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം കരസ്ഥമാക്കിയിരിക്കുന്നത് ലാലു അലക്സിനാണ്. പ്രേം നസീർ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയിരിക്കുന്നത് ആരാണ്? ലാലു അലക്സ്. 2026 സർഗപ്രഭ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ്. 2026 സർഗപ്രഭ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ചൈനയെ മറികടന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് അരുന്ധതി റോയിയാണ്. മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് അരുന്ധതി റോയി. 2026 ജനുവരിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി കേരള സർക്കാർ നിയമിച്ചത് ബാബു മാത്യു പി ജോസഫ്. 2026 ജനുവരിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഓംബുഡ്സ്മാനായി കേരള സർക്കാർ നിയമിച്ചത് ബാബു മാത്യു പി ജോസഫ്. കേരളത്തിലെ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച AI അധിഷ്ഠിത വെർച്വൽ കോൾ സെൻറ്റർ സർവീസാണ് സ്മാർട്ടി. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ തദ്ദേശീയ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ടിട്ട് ആരംഭിച്ച AI അധിഷ്ഠിത വെർച്വൽ കോൾ സെൻറ്റർ സർവീസാണ് സ്മാർട്ടി എന്ന് പറയുന്നത്. 27 വർഷത്തെ ദീർഘകാല സേവനത്തിന് ശേഷം നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. 27 വർഷത്തെ ദീർഘകാല സേവനത്തിന് ശേഷം നാസയിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ വംശജയായ ബഹിരാകാശ സഞ്ചാരിയാണ് സുനിത വില്യംസ്. കോഴിക്കോട് ബേപ്പൂരിൽ സ്ഥാപിതമായ ആകാശമിഠായി എന്ന സ്മാരകം ഏത് സാഹിത്യകാരൻ്റേതാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ. കോഴിക്കോട് ബേപ്പൂരിൽ സ്ഥാപിതമായിട്ടുള്ള ആകാശമിഠായി എന്ന സ്മാരകം വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സാഹിത്യകാരൻ്റേതാണ്. 10 മാസം നീളുന്ന ലോകയാൻ 2026 ലോക പര്യടനത്തിനായി കൊച്ചി തീരത്ത് നിന്ന് യാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായക്കപ്പൽ INS സുദർശിനി. 10 മാസം നീളുന്ന ലോകയാൻ 2026 ലോക പര്യടനത്തിനായി കൊച്ചി തീരത്ത് നിന്ന് യാത്ര ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന പായ്ക്കപ്പലാണ് INS സുദർശിനി. അവിരാമം ആരുടെ ആത്മകഥയാണ്? K സച്ചിദാനന്ദൻ. ഇമ്പോർട്ടൻ്റ് ആണ്. അവിരാമം എന്ന് പറഞ്ഞിട്ടുള്ള ആത്മകഥ ആരുടെയാണ്? K സച്ചിദാനന്ദൻ. 2026 ജനുവരിയിൽ ഏകദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ UAE പ്രസിഡന്റാണ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. 2026 ജനുവരിയിൽ ഏകദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ UAE പ്രസിഡന്റാണ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ. ജീവിത പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പറന്നുയരാൻ കരുത്തോടെ എന്ന ക്യാമ്പയിനിൻ്റെ അംബാസഡർ മഞ്ജു വാര്യർ. ജീവിത പ്രതിസന്ധികളെ ധൈര്യപൂർവ്വം നേരിടാൻ സ്ത്രീകളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന പറന്നുയരാൻ കരുത്തോടെ എന്ന ക്യാമ്പയിനിൻ്റെ അംബാസഡർ മഞ്ജു വാര്യർ. 10 രൂപയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കുന്ന കോർപ്പറേഷനാണ് കൊച്ചി. 10 രൂപയ്ക്ക് ഭക്ഷണം വിതരണം ചെയ്യുന്നതിനായി ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിക്കുന്ന കോർപ്പറേഷൻ കൊച്ചി. മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള നാസയുടെ പദ്ധതിയാണ് ആർട്ടമീസ് 2. മനുഷ്യനെ വീണ്ടും ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിലെത്തിക്കുവാനുള്ള നാസയുടെ പദ്ധതിയുടെ പേരാണ് ആർട്ടമീസ് 2.
ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങിയ ബഹിരാകാശ ദൗത്യം ഏതാണ്? ക്രൂ 11 ആണ്. ബഹിരാകാശ യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് മടങ്ങിയ ബഹിരാകാശ ദൗത്യം ഏതാണ്? ക്രൂ 11. 1,00,000-ലധികം ട്രെയിനഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫെയർ ഫോഴ്സാണ് ഭൈരവ്. 1,00,000-ലധികം ട്രെയിനഡ് ഡ്രോൺ ഓപ്പറേറ്റർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യൻ ആർമി രൂപീകരിച്ച മോഡേൺ വാർഫെയർ ഫോഴ്സിൻ്റെ പേരാണ് ഭൈരവ്. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ ഉദയ് രൂപകൽപ്പന ചെയ്തത് ആര്? അരുൺ ഗോകുൽ. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നമായ ഉദയ് രൂപകൽപ്പന ചെയ്തത് ആരാണ്? അരുൺ ഗോകുൽ. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. 2026 രാജ്യാന്തര പുസ്തകമേളയുടെ വേദി ഡൽഹി. 2026 രാജ്യാന്തര പുസ്തകമേളയുടെ വേദി ഡൽഹി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പുവെക്കുന്നതിനുമായി ആരംഭിച്ച പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടലിൻ്റെ പേരെന്ത്? പൻഗുഡി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം CSR പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സുതാര്യത ഉറപ്പുവരുത്തുന്നതിനുമായി ആരംഭിച്ച പുതിയ ഏകജാലക ഡിജിറ്റൽ പോർട്ടലിൻ്റെ പേരാണ് പൻഗുഡി. അഷ്ടമുടി കായലിൽ നടന്ന പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടനാണ്. അഷ്ടമുടി കായലിൽ നടന്ന പ്രസിഡന്റ് ട്രോഫി ജലോത്സവത്തിൽ കിരീടം നേടിയത് നിരണം ചുണ്ടൻ. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കായിക പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി സ്പോർട്സ് ആൻഡ് റിസർച്ച് പ്ലാനിംഗ് വകുപ്പ് ആരംഭിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേര് എന്താണ്? ഗൾഫ് ഷീൽഡ് 2026. 2026 ജനുവരിയിൽ സൗദി അറേബ്യയിൽ ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളുടെ സേനകൾ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരെന്താണ്? ഗൾഫ് ഷീൽഡ് 2026. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് EP രാജഗോപാൽ. ഉൾക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള കൃതിക്കാണ്. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് EP രാജഗോപാൽ. ഉൾക്കഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൃതിയല്ല, അതൊരു വിമർശക ആയിട്ടുള്ളൊരു ഗ്രന്ഥമാണ് കേട്ടോ. ഒരു വിമർശക ഗ്രന്ഥമാണ് ഉൾക്കഥ എന്ന് പറയുന്നത്. UN ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എഴുതി വെച്ചേക്കണേ. അവാർഡുകളും ന്യൂ അപ്പോയിൻമെൻറ്റുകളും ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23 UN കാലാവസ്ഥാ ഉച്ചകോടിയിൽ പ്രസിദ്ധീകരിച്ച ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 23. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായിരിക്കുന്നത് ഗഗൻ നാരംഗാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പുനരുജ്ജീവിപ്പിച്ച നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗ്. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പുതിയ ക്യാമ്പയിനാണ് തിരികെ. കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന പ്രൊഫഷണലുകളെ കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും മികച്ച തൊഴിലവസരങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി കേരള സർക്കാർ സ്റ്റാർട്ടപ്പ് മിഷൻ ആരംഭിച്ച പുതിയ ക്യാമ്പയിനിൻ്റെ പേരാണ് തിരികെ. ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ ശ്രീനിവാസ കുൽക്കർണി. ബ്രിട്ടനിലെ റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞനാണ് പ്രൊഫസർ ശ്രീനിവാസ് കുൽക്കർണി. 31 UN കാലാവസ്ഥാ ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം, അതായത് COP31, അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക കേട്ടോ. വേദിയാകുന്നത് തുർക്കിയാണ്. COP31 വേദിയാകുന്ന രാജ്യം ഏതാണ്? തുർക്കിയാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചേക്കണേ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗോത്ര ഡിജിറ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗോത്ര ഡിജിറ്റൽ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ. 2026 ജനുവരിയിൽ സർക്കാർ സ്കൂളുകളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം രാജസ്ഥാൻ. മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആദ്യത്തെ പർവ്വത തുരങ്കം നിർമ്മിച്ചത് പൽഘറിലാണ്. മഹാരാഷ്ട്രയിലെ പാൽഘറിലാണ് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി ആദ്യത്തെ പർവ്വത തുരങ്കം നിർമ്മിച്ചിരിക്കുന്നത്. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ്സിൻ്റെ കരോൾ ബർണറ്റ് പുരസ്കാരത്തിന് അർഹയായത് സാറ ജെസിക്ക പാർക്കറാണ്. ടെലിവിഷൻ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഗോൾഡൻ ഗ്ലോബ്സിൻ്റെ കരോൾ ബർണറ്റ് പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് സാറ ജെസിക്ക പാർക്കർ.
കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദിയാണ് കോവളം. ഇമ്പോർട്ടൻ്റ് ആണ്. കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന AI ഉച്ചകോടിയുടെ വേദി കോവളം. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിലെ വായനാശീലം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണം നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിക്കുന്ന പുതിയ യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡാണ് കെ ഇനാം. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വനിതാ കാർഷിക ഭക്ഷ്യ സംരംഭങ്ങളെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ആരംഭിക്കുന്ന പുതിയ യൂണിഫൈഡ് പ്രീമിയം ബ്രാൻഡാണ് കെ ഇനം. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹ്യ ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ നടത്തുന്ന സാമൂഹിക ബഹിഷ്കരണം ക്രിമിനൽ കുറ്റമാക്കിക്കൊണ്ട് 2026 ജനുവരിയിൽ നിയമം വിജ്ഞാപനം ചെയ്ത ഇന്ത്യൻ സംസ്ഥാനമാണ് കർണാടക. ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള നിർണായക പഠനങ്ങൾ മുൻനിർത്തി പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 നേടിയ ശാസ്ത്രജ്ഞയാണ് ടോബി കിയേഴ്സ്. ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെക്കുറിച്ചുള്ള നിർണായക പഠനങ്ങൾ മുൻനിർത്തി പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 നേടിയ ശാസ്ത്രജ്ഞ ആര്? ടോബി കിയേഴ്സ്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച അനുമാനം 6.3% നിന്നും എത്ര ശതമാനമായാണ് ലോകബാങ്ക് ഉയർത്തിയിരിക്കുന്നത്? 7.2%. ഇമ്പോർട്ടൻ്റ് ആണ്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ചാ അനുമാനം 6.3% നിന്ന് എത്ര ശതമാനമായാണ് ലോകബാങ്ക് ഉയർത്തിയത്? 7.2%. അതിർത്തി രക്ഷാ സേനയുടെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായിരിക്കുന്നത് പ്രവീൺ കുമാറാണ്. BSFൻ്റെ പുതിയ ഡയറക്ടർ ജനറലായി നിയമിതനായതാരാണ്? പ്രവീൺ കുമാർ. രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷനാണ് കേരള PSC. രാജ്യത്ത് ബ്ലോക്ക് ചെയിൻ സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യത്തെ പബ്ലിക് സർവീസ് കമ്മീഷൻ ഏതാണ്? കേരള PSC ആണ്. ചരിത്രത്തിലാദ്യമായി കന്റോൺമെൻറ്റ് മേഖലയ്ക്ക് പുറത്ത് വെച്ച് ഇന്ത്യയുടെ 78ാമത് ആർമി ഡേ പരേഡ് നടന്ന നഗരമാണ് ജയ്പൂർ. ചരിത്രത്തിലാദ്യമായി കന്റോൺമെൻറ്റ് മേഖലയ്ക്ക് പുറത്ത് വെച്ച് ഇന്ത്യയുടെ 78ാമത് ആർമി ഡേ പരേഡ് നടന്ന നഗരം ഏതാണ്? ജയ്പൂർ. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ശാരദ. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് നടി ശാരദ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിരിക്കുന്നത് കണ്ണൂരാണ്. വേദി തൃശ്ശൂരായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയിരിക്കുന്നത് കണ്ണൂര്. വേദി തൃശ്ശൂർ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുന്ന ആദ്യത്തെ മത്സരാർത്ഥി സിയ ഫാത്തിമ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കുന്ന ആദ്യത്തെ മത്സരാർത്ഥിയാണ് സിയ ഫാത്തിമ. ഓസ്ട്രേലിയൻ ഓപ്പണിൽ മത്സരിക്കുന്ന പ്രായം കൂടിയ വനിത എന്ന നേട്ടവുമായത് ആരാണ്? വീനസ് വില്യംസ് ആണ്. ഓസ്ട്രേലിയൻ ഓപ്പണിൽ മത്സരിക്കുന്ന പ്രായം കൂടിയ വനിത എന്ന നേട്ടവും നേടിയതാരാണ്? വീനസ് വില്യംസ്. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഭരണപരമായ മേൽനോട്ടത്തിനുമായി 2026 ജനുവരിയിൽ നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിൻ്റെ അധ്യക്ഷനാണ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഭരണപരമായ മേൽനോട്ടത്തിനുമായി 2026 ജനുവരിയിൽ നിലവിൽ വന്ന ഗാസ ബോർഡ് ഓഫ് പീസിൻ്റെ അധ്യക്ഷൻ ആരാണ്? ഡൊണാൾഡ് ട്രംപ്. KSEB ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട്. KSEB ഓഫീസുകളിലെ അഴിമതിയും ക്രമക്കേടുകളും കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരെന്താണ്? ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ടാണ്. 2026 ജനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ മൂലം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യമേതാണ്? ചിലിയാണ്. 2026 ജനുവരിയിൽ അതിരൂക്ഷമായ കാട്ടുതീ മൂലം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്ന രാജ്യമാണ് ചിലി. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്കായി സെമ്മൊഴി ഇലക്കിയ വിരുദു പുരസ്കാരം ഏർപ്പെടുത്തുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അതായത് ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം. അതാണ് സെമ്മൊഴി ഇലക്കിയ വിരുദ്. അത് തമിഴിൽ കേട്ടോ. തമിഴ്നാടാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിൻ്റെ മാതൃകയിൽ ഹിന്ദി ഇതര ഭാഷകൾക്ക് വേണ്ടിയിട്ട് ശ്രേഷ്ഠ ഭാഷാ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. അതെങ്ങനെയാണ്? എന്താണ് അതിൻ്റെ പേര്? സെമ്മൊഴി ഇലക്കിയ വിരുദു എന്നുള്ളതാണ് കേട്ടോ അവരുടെ ഭാഷയിൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ നടത്തിയ വ്യാപക പരിശോധനയ്ക്ക് നൽകിയ പേരെന്തായിരുന്നു? ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്നായിരുന്നു.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ നടത്തിയ വ്യാപക പരിശോധനയ്ക്ക് നൽകിയ പേര് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകയായി നിയമിതയായത് അമേലിയ വാൽവെർദെയാണ്. അമേലിയ വാൽവെർദെ ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിന്റെ പുതിയ മുഖ്യ പരിശീലകയായി നിയമിതയായിരിക്കുന്നത് അമേലിയ വാൽവെർദെ. ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? മധ്യപ്രദേശ്. ഡോക്ടർ വിഷ്ണു ശ്രീധർ വാക്കങ്കർ ടൈഗർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയിരിക്കുന്നത് ഗ്രാസ മാർഷലാണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം നേടിയിരിക്കുന്നത് ഗ്രാസ മാർഷൽ. കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യത്തെ മലയാളി മുസ്ലിം വനിതയാരാണ്? ഹുസ്ന ബാനു സുന്നജനാണ്. ഹുസ്ന ബാനു സുന്നജൻ. കേരള കലാമണ്ഡലത്തിൽ നിന്ന് ബിരുദം നേടുന്ന ആദ്യത്തെ മലയാളി മുസ്ലിം വനിതയാണ് ഹുസ്ന ബാനു സുന്നജൻ. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി 16 നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ ഏതാണ്? സിന്നേഴ്സ് ആണ്. സിന്നേഴ്സ്. ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി 16 നോമിനേഷനുകൾ നേടിക്കൊണ്ട് മുൻകാല റെക്കോർഡുകൾ തകർത്ത സിനിമ ഏതാണ്? സിന്നേഴ്സ്. കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹം. കേരളത്തിലെ കുട്ടികൾക്ക് സന്തോഷകരവും സമ്മർദ്ദരഹിതവുമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനായി കേരളത്തിലെ സ്കൂളുകളിൽ കേരള എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സ്നേഹം. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവമായിരുന്നു സവിശേഷ. വേദി തിരുവനന്തപുരമായിരുന്നു. കേരള സാമൂഹ്യനീതി വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്ന ഭിന്നശേഷി പ്രതിഭകളുടെ സർഗോത്സവം ഏതായിരുന്നു? സവിശേഷ. വേദി തിരുവനന്തപുരമായിരുന്നു. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരെന്ത്? ഗ്രന്ഥകുടീർ എന്നുള്ളതാണ്. രാഷ്ട്രപതി ഭവനിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ 11 ക്ലാസിക്കൽ ഭാഷകളിലെ കൃതികൾ സൂക്ഷിച്ചിരിക്കുന്ന പുതിയ ലൈബ്രറിയുടെ പേരെന്താണ്? ഗ്രന്ഥകുടീരാണ്. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുമാങ്ങിയിൽ നിന്നും കെ-ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന സഹകരണ ബാങ്ക് പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്കാണ്. കേരളത്തിൽ സഹകരണ മേഖലയിൽ ആദ്യമായി കശുവണ്ടിയിൽ നിന്നും കെ-ഫെനി എന്ന പേരിൽ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കുന്ന സഹകരണ ബാങ്കാണ് പയ്യാവൂർ സർവീസ് സഹകരണ ബാങ്ക്. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഈവൻ്റായ വിങ്സ് ഇന്ത്യ 2026 വേദി എവിടെയായിരുന്നു? ഹൈദരാബാദുള്ള ബീഗംബേർട്ട് എയർപോർട്ടായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഇവൻ്റായ വിങ്സ് ഇന്ത്യ 2026 വേദിയായിരുന്നു ഹൈദരാബാദിലെ ബീഗംബേർട്ട് എയർപോർട്ട്. 2026 ദേശീയ വോട്ടേഴ്സ് ദിന പ്രമേയം എന്തായിരുന്നു? മൈ ഇന്ത്യ മൈ വോട്ട് എന്നുള്ളതായിരുന്നു. 2026 ദേശീയ വോട്ടേഴ്സ് ദിന പ്രമേയമായിരുന്നു മൈ ഇന്ത്യ മൈ വോട്ട്. മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ പ്രതിമാസ പ്രീമിയം എത്രയാണ്? 687 രൂപ. ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉള്ളതാണ്. മെഡിസെപ്പ് ഇൻഷുറൻസ് പദ്ധതിയുടെ പുതിയ പ്രതിമാസ പ്രീമിയം എത്രയാണ്? 687 രൂപ. ഗോവയിൽ അടുത്തിടെ രൂപീകരിച്ച 3ാമത്തെ ജില്ലയുടെ പേരെന്താണ്? കുശാവതി. ഗോവയിൽ അടുത്തിടെ രൂപീകരിച്ച 3ാമത്തെ ജില്ലയുടെ പേരെന്താണ്? കുശാവതി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്ന നാസയുടെ ഒരു ദൗത്യല്ലേ ആർട്ടമീസ് സെക്കൻഡ്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് നമ്മൾ നോക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ആർട്ടമീസ് സെക്കൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൂടെ നോക്കാം. 1972 അപ്പോളോ 17 ശേഷം ഏകദേശം 54 വർഷങ്ങൾക്ക് ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രനെ അരികിലെത്തിക്കുന്ന നാസയുടെ ദൗത്യമാണ് ഏത്? ആർട്ടമീസ് സെക്കൻഡ്. ഈ ദൗത്യത്തിൽ പേടകം ചന്ദ്രനിൽ ഇറങ്ങൂല. പകരം 4 ബഹിരാകാശ സഞ്ചാരികളുമായി ചന്ദ്രനെ വലം വെച്ച ശേഷം തിരികെ ഭൂമിയിലേക്ക് മടങ്ങും. എന്താണ്? ചന്ദ്രനിൽ ഇറങ്ങുന്നില്ല, പക്ഷെ എന്താണ്? ഈ 4 ബഹിരാകാശ സഞ്ചാരികളുമായിട്ട് ചന്ദ്രനെ വലം വെച്ച ശേഷം തിരിച്ച് ഭൂമിയിലേക്ക് തന്നെ മടങ്ങുന്നതായിരിക്കും. SLS എന്ന വമ്പൻ റോക്കറ്റിലാണ് ഓറിയോൺ എന്ന പേടകം വിക്ഷേപിക്കുന്നത്. SLS എന്നാണ് കേട്ടോ റോക്കറ്റിൻ്റെ പേര്. അതിൻ്റെ പേടകത്തിൻ്റെ പേര് ഓറിയോൺ എന്നുള്ളതാണ്. ഓർത്തിരിക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചേക്കണേ. ഇനി നമുക്ക് ആ 4 ബഹിരാകാശ സഞ്ചാരികൾ ആരൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. റീഡ് വൈസ്മാൻ,
ആദ്യ വനിതയാണ് കേട്ടോ ക്രിസ്റ്റീന കൗച്ച്. ഈ ആർട്ടമീസിൽ ദൗത്യത്തിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റീന കൗച്ച് എന്ന് പറയുന്നത്. പിന്നെ വിക്ടർ ഗ്ലോവർ, ജെറമി ഹാൻസൺ, ഇമ്പോർട്ടൻ്റ് ആണ്, 4 പേരും എഴുതി വെച്ചേക്കണം, പഠിച്ചേക്കണം. റീഡ് വൈസ്മാൻ കമാൻഡറാണ് കേട്ടോ, റീഡ് വൈസ്മാൻ കമാൻഡറാണ്. പിന്നെ ക്രിസ്റ്റീന കോച്ച്, വിക്ടർ ഗ്ലോവൻ, ജെറമി ഹാൻസൺ, ഇത്രയും പേരാണ് നമ്മുടെ ആർട്ടമീസ് 2 പോകാൻ പോകുന്ന 4 ബഹിരാകാശ സഞ്ചാരികൾ എന്ന് പറയുന്നത് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തതാണ് നമ്മുടെ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. VBG റാംജി എന്നാണ് അതിൻ്റെ പുതിയ പേര് കേട്ടോ, VBG റാംജി. അപ്പം അതിൻ്റെ ഡീറ്റെയിലും കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ളൊരു ടോപ്പിക്കാണ്. 2025 ഡിസംബർ 18 പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലിൽ ഡിസംബർ 21 രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. അപ്പോൾ പാർലമെൻറ്റ് എന്നാണ് പാസ്സാക്കുന്നത്? VBG റാംജി എന്ന് പറഞ്ഞിട്ടുള്ള ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കുന്നത് എന്നാണ് 2025 ഡിസംബർ 18 രാഷ്ട്രപതി അതിൽ ഒപ്പുവെക്കുന്നത് ഡിസംബർ 21. ഈ ഡേറ്റൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചേക്കണേ. ഇനി ഈ ബില്ല് ആരാണ് ലോകസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്? അത് കേന്ദ്ര ഗ്രാമവികസന മന്ത്രിയായിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാനാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചേക്കണേ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, ആരാണ് ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ഇന്നയാളാണ് ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞിട്ട് വരാം. അപ്പോൾ തെറ്റുള്ളത് നമുക്ക് കണ്ടാൽ അറിയണം ഉണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ളത് പഠിക്കണം. അപ്പോൾ ആരാണിത് അവതരിപ്പിച്ചത്? ശിവരാജ് സിംഗ് ചൗഹാനാണ്. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് കേട്ടോ. ഈ VBG റാംജി എന്ന പദ്ധതിയുടെ മുഴുവൻ പേര് ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോളൂ കേട്ടോ. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്, അതിൻ്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത്. ഇനി ഈ പദ്ധതി നടപ്പാക്കാൻ പോകുന്നത് 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടായിരിക്കും. ഏതൊക്കെയാണ് 4 വിഭാഗങ്ങൾ എന്ന് പറയുന്നത്? ജലസുരക്ഷ, ഗ്രാമീണാടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവനാടിസ്ഥാന സൗകര്യങ്ങൾ, ദുരന്ത പ്രതിരോധം എന്നിങ്ങനെ 4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടായിരിക്കും ഈ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 125 ദിവസമാണ് കേട്ടോ തൊഴിൽ ദിനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? 125 ദിവസങ്ങളാണ്. തൊഴിൽ നൽകി 15 ദിവസത്തിനുള്ളിൽ വേതനം കൊടുത്തിരിക്കണം. പിന്നെന്താണ്? കാലതാമസം വന്നാൽ നഷ്ടപരിഹാരം കൊടുത്തിരിക്കണം. വേതനത്തിൻ്റെ 60% കേന്ദ്രവും 40% സംസ്ഥാന സർക്കാരുകളുമാണ് വഹിക്കേണ്ടത്. കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണെങ്കിൽ 100% കേന്ദ്രം വഹിക്കും. ഇനി വടക്ക് കിഴക്കൻ ഹിമാലയൻ സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്രം വഹിക്കുന്നതായിരിക്കും. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ എഴുതി വെച്ചിട്ട് എക്സാമിന് സമയത്ത് വീണ്ടും റിവൈസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് 2026 77ാമത് റിപ്പബ്ലിക് ഡേയുടെ കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കാം. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നത് ആരൊക്കെയായിരുന്നു? അന്റോണിയ കോസ്റ്റയും ഉർസുല വോൺ ഡെർ ലെയ്നും ആയിരുന്നു കേട്ടോ, എഴുതി വെച്ചേക്കണേ. അന്റോണിയ കോസ്റ്റ, ഉർസുല വോൺ ഡെർ ലെയ്നും ആയിരുന്നു നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം പ്രമേയമാക്കി 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായി സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരായിരുന്നു? MM കീരവാണി ആയിരുന്നു. MM കീരവാണിയാണ് നമ്മുടെ 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിനായിട്ട് സംഗീതം ചിട്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഈ 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ 150ാം വന്ദേ മാതരത്തിൻ്റെ 150ാം വാർഷികം എന്നുള്ളതായിരുന്നു കേട്ടോ, ഓർത്ത് വെച്ചേക്കണേ. ഇനി 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPF പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥ ആരായിരുന്നു? സിമ്രാൻ ബാലയായിരുന്നു കേട്ടോ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേരാണ് സിമ്രാൻ ബാല എന്ന് പറയുന്നത്. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ CRPFൻ്റെ പുരുഷ യൂണിറ്റിനെ നയിക്കുന്ന ആദ്യത്തെ വനിതാ ഉദ്യോഗസ്ഥയാകുന്നത് ആരാണ്? സിമ്രാൻ ബാലയാണ്. ഓർത്ത് വെച്ചേക്കണേ, ഇമ്പോർട്ടൻ്റ് ആണ്, സിമ്രാൻ ബാല. ഇന്ത്യൻ നാവികസേനയുടെ 2026 റിപ്പബ്ലിക് ദിന ടാബ്ലോയുടെ പ്രമേയം എന്തായിരുന്നു? പാരമ്പര്യത്തിൽ നങ്കൂരമിട്ട് ശാസ്ത്രീയത്തിലേക്കും നവീകരണത്തിലേക്കും കുതിക്കുന്നു എന്നുള്ളതായിരുന്നു. നാവികസേനയുടെയാണ് കേട്ടോ. നാവികസേനയുടെ ടാബ്ലോയുടെ പ്രമേയം എന്തായിരുന്നു? പാരമ്പര്യത്തിൽ നങ്കൂരമിട്ട് ശാസ്ത്രീയത്തിലേക്കും നവീകരണത്തിലേക്കും കുതിക്കുന്നു. ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ ആണെങ്കിലോ, ഇനി ഇന്ത്യൻ വ്യോമസേന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ഏതായിരുന്നു? സിന്ദൂർ എന്നുള്ളതായിരുന്നു കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇന്ത്യൻ വ്യോമസേന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന പുതിയ ഫ്ലൈ പാസ്റ്റ് ഫോർമേഷൻ ഏതാണ്? സിന്ദൂർ എന്നുള്ളതാണ് കേട്ടോ. 30 ടാബ്ലോകളായിരുന്നു ഈ പ്രാവശ്യത്തെ പരേഡിൽ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാബ്ലോസ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഒന്നുണ്ടായിരുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ 2001 ഭുജ് ഭൂകമ്പത്തിൻ്റെ 25ാം വാർഷികം എന്നുള്ള ടാബ്ലോ ആയിരുന്നു കേട്ടോ. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ ടാബ്ലോ എന്തായിരുന്നു? 2001 ഭുജ് ഭൂകമ്പത്തിൻ്റെ 25ാം വാർഷികം. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആണെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലോ ആയിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലോ ആയിരുന്നു ഈ 2026 77ാമത് റിപ്പബ്ലിക് ദിന പരേഡിൽ ഉണ്ടായിരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് ടാബ്ലോയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മുടെ കേരളവുമായി റിലേറ്റഡ് മലയാളി സാന്നിധ്യമുള്ള ടാബ്ലോസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണേ. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായിട്ടുള്ള INS വിക്രാന്ത് ടാബ്ലോയിൽ ഉണ്ടായിരുന്നു. പിന്നെ അജന്ത ഗുഹാചിത്രങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കേരളത്തിലെ വിദഗ്ധർ നിർമ്മിച്ച INS വി കൗഡിന്യ എന്ന തുന്നൽ കപ്പൽ ഇതിലുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞൂലേ INS വി കൗഡിന്യ എന്ന് പറയുന്നത് തുന്നൽ കപ്പൽ, അതും ഈ ടാബ്ലോയിൽ ഉണ്ടായിരുന്നു. നാവികാസാഗർ പരിക്രമ സെക്കൻഡ് ദൗത്യത്തിലൂടെ INS വി തരിണി എന്ന പായ്ക്കപ്പലിൽ ലോകം ചുറ്റി ചരിത്രം എഴുതിയ ലഫ്റ്റനൻറ്റ് കമാൻഡർ ദിൽന കെയും ടാബ്ലോയിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും പ്രമേയമാക്കിയിട്ടുള്ള നിശ്ചല ദൃശ്യമാണ് കേരളം അവതരിപ്പിച്ചിട്ട്. അപ്പോൾ കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം എന്തായിരുന്നു? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും പ്രമേയമാക്കിയിട്ടുള്ള ടാബ്ലോ ആയിരുന്നു, ഓർത്തിരിക്കണം കേട്ടോ. ഇനി ആത്മനിർഭർ ഭാരതിനായി ആത്മനിർഭർ കേരളം എന്നതായിരുന്നു ടാഗ് ലൈൻ. നമ്മുടെ കേരളത്തിൻ്റെ ടാബ്ലോയുടെ ടാഗ് ലൈൻ എന്തായിരുന്നു? ആത്മനിർഭർ ഭാരതത്തിനായി ആത്മനിർഭർ കേരളം എന്നതായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. ഡിജിറ്റൽ സാക്ഷരതയുടെ ബ്രാൻഡ് അംബാസഡറായ തിരുവനന്തപുരം പുല്ലമ്പാറ സ്വദേശി സരസു ലാപ്ടോപ്പ് സ്മാർട്ട് ഫോണും ഉപയോഗിക്കുന്നതാണ് നിശ്ചല ദൃശ്യത്തിൻ്റെ മുന്നിൽ. അപ്പോൾ നിശ്ചല ദൃശ്യത്തിൻ്റെ മുൻപിൽ എന്താണ് ഉണ്ടായിരുന്നത്? നമ്മുടെ ഡിജിറ്റൽ സാക്ഷരതയുടെ ബ്രാൻഡ് അംബാസഡറായിട്ടുള്ള തിരുവനന്തപുരം പുല്ലമ്പാറ സ്വദേശി സരസു എന്ന് പറയുന്നവർ ലാപ്ടോപ്പും സ്മാർട്ട് ഫോണും ഉപയോഗിക്കുന്നതായിരുന്നു ഈ ടാബ്ലോയുടെ മുന്നിലുണ്ടായിരുന്നത്. കണ്ണൂർ സ്വദേശി റോയി ജോസഫാണ് ഈ നിശ്ചല ദൃശ്യം രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരുന്നത്. കണ്ണൂർ സ്വദേശി റോയി ജോസഫ് ഈ നിശ്ചല ദൃശ്യം രൂപകൽപ്പന ചെയ്തു. ഇനി 2023 കേട്ടോ കേരളം അവസാനമായിട്ട് നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് നാരീശക്തി ആയിരുന്നു ഉയർത്തി കാട്ടിയിട്ടുണ്ടായിരുന്ന ടാബ്ലോ കേട്ടോ. 2023 എന്തായിരുന്നു പ്രമേയം? എന്തായിരുന്നു? നാരീശക്തി ആയിരുന്നു കേട്ടോ. ഇപ്രാവശ്യം എന്തായിരുന്നു? ആത്മനിർഭർ ഭാരതിനായി ആത്മനിർഭർ കേരളം എന്നായിരുന്നു ടാഗ് ലൈന്. പക്ഷേ എന്തായിരുന്നു അവതരിപ്പിച്ചത്? വാട്ടർ മെട്രോയും സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവുമായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ ടാബ്ലോ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അവതരിപ്പിച്ചൊരു ടാബ്ലോ ഉണ്ടായിരുന്നു. പ്രകാശഗംഗ എന്നായിരുന്നു അതിൻ്റെ പേര്. കേന്ദ്ര ഊർജ്ജ മന്ത്രാലയം അവതരിപ്പിച്ച ടാബ്ലോയുടെ പേരെന്തായിരുന്നു? പ്രകാശഗംഗ എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും ടാബ്ലോസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ റിലേറ്റഡ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ. ഇനി നമുക്ക് നോക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പത്മ പുരസ്കാരം 2026. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കാണും, അപ്പോൾ പഠിച്ചിരിക്കണം. അപ്പോൾ 2026 എത്ര പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ 131 പത്മ പുരസ്കാരങ്ങളായിരുന്നു പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആദ്യം പത്മവിഭൂഷൺ നോക്കാം. 5 പത്മവിഭൂഷണായിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു? VS അച്യുതാനന്ദൻ, രാഷ്ട്രീയം ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റിസ് KT തോമസ്, നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളായിരുന്നു ജസ്റ്റിസ് KT തോമസ്. പിന്നെ N രാജം, ഗായികയായിരുന്നു. പാടുന്ന വയലിൻ എന്നായിരുന്നു അവരറിയപ്പെട്ടിരുന്നത് കേട്ടോ, N രാജം. P നാരായണൻ, ജന്മഭൂമി പത്രസ്ഥാപകനായിരുന്നു P നാരായണൻ. പിന്നെ ധർമ്മേന്ദ്ര എന്ന് പറഞ്ഞിട്ടുള്ള നടൻ, ഹീമാൻ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയും പേര് എന്തായാലും പഠിച്ചിരിക്കണേ. VS അച്യുതാനന്ദൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ VS അച്യുതാനന്ദൻ സാറിന് പത്മവിഭൂഷൺ മരണാനന്തരം ലഭിച്ചിട്ടുണ്ട് 2026. ഇനി ജസ്റ്റിസ് KT തോമസ്, അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ഹണി ബീസ് ഓഫ് സോളമൻ എന്ന് പറയുന്നത് കേട്ടോ, ഓർത്തിരിക്കണേ. ജസ്റ്റിസ് KT തോമസിൻ്റെ ബുക്കാണ് ഹണി ബീസ് ഓഫ് സോളമൻ. ഇനി N രാജം, അവർ ഗായികയാണ്. പാടുന്ന വയലിൻ എന്നാണ് അവരറിയപ്പെടുന്നത്. ഇനി P നാരായണൻ, ജന്മഭൂമി പത്രസ്ഥാപകനാണ്. ധർമ്മേന്ദ്രൻ നടനാണ്. ഹീമാൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഇനി പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് 13 പേർക്കാണ് കേട്ടോ. പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് 13 പേർക്കാണ്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും, നമ്മൾ ഓർത്തിരിക്കേണ്ട പേരുകൾ: മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. പത്മഭൂഷണാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് 113 പേർക്കാണ് കേട്ടോ. പത്മശ്രീ ലഭിച്ചിരിക്കുന്നത് 113 പേർക്കാണ്. ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത്.
കൊല്ലകയിൽ ദേവകി അമ്മ പരിസ്ഥിതി മേഖലയിലായിരുന്നു കേട്ടോ അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. കൊല്ലകയിൽ ദേവകി അമ്മ. കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം നർത്തകിയാണ് കേട്ടോ. കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം നർത്തകിയാണ്. ഡോക്ടർ എ മുത്തുനായകം, അദ്ദേഹം ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഡോക്ടർ എ മുത്തുനായകം ഇന്ത്യൻ പ്രൊപ്പൽഷൻ ടെക്നോളജിയുടെ പിതാവാണ്. പിന്നെ കെ വിജയകുമാർ, അദ്ദേഹം ഓപ്പറേഷൻ കൊക്കൂണിന് നേതൃത്വം കൊടുത്തു. നമ്മുടെ വീരപ്പനുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പറേഷനായിരുന്നു അത്. കെ വിജയകുമാർ ഓപ്പറേഷൻ കൊക്കൂണിന് നേതൃത്വം കൊടുത്തു. അപ്പോൾ പത്മശ്രീ 113 പേർക്കാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇത്രയും പേരെയെങ്കിലും ചുരുങ്ങിയത് അറിഞ്ഞിരിക്കണം. അപ്പം പത്മ പുരസ്കാരങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. പത്മഭൂഷൺ 5 പേർക്ക്, പത്മവിഭൂഷൺ 5 പേർക്ക്, പത്മഭൂഷൺ 13 പേർക്ക്, പത്മശ്രീ 113 പേർക്കാണ്. ടോട്ടൽ 131 പത്മ പുരസ്കാരങ്ങളാണ് എന്താണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി പത്മ പുരസ്കാരങ്ങൾ കായികത്തിലേക്ക് വരികയാണെങ്കിൽ പത്മഭൂഷൺ കിട്ടിയിരിക്കുന്നത് വിജയ് അമൃതരാജാണ് കേട്ടോ. അവരുടെ ഇനം നോക്കി കായിക ഇനം എന്തായാലും അറിഞ്ഞിരിക്കണം. വിജയ് അമൃതരാജ് ടെന്നീസാണ് കേട്ടോ. ടെന്നീസാണ് വിജയ് അമൃതരാജ്, ടെന്നീസാണ്. അടുത്തത് പത്മശ്രീയിലേക്ക് പോവാം. രോഹിത് ശർമ്മ ക്രിക്കറ്റ്, ഹർമൻപ്രീത് കൗർ ക്രിക്കറ്റ്, സവിത പുനിയ ഹോക്കി, ബാൽദേവ് സിംഗ് ഹോക്കി കോച്ചായിരുന്നു. പ്രവീൺ കുമാർ പാരാ അത്ലറ്റ്, ഭഗവാൻ ദാസ് റൈക്വർ ആയോധനകല മധ്യപ്രദേശ്, കെ പളനിവേൽ ആയോധനകല തമിഴ്നാട്. അപ്പോൾ ഇത്രയും പേർ. പിന്നെ ജോർജിയക്കാരനായ ഗുസ്തി പരിശീലനങ്ങൾ വ്ളാദിർ മെസ്റ്റിവർഷ്വലിക്ക് മരണാനന്തര ബഹുമതിയായി പത്മശ്രീ നൽകും. അതുണ്ടായിരുന്നു, ഓർത്തിരിക്കണേ. ജോർജിയക്കാരനായിട്ടുള്ള ഗുസ്തി പരിശീലകൻ വ്ളാദിർ മെസ്റ്റിവർഷ്വലിക്ക് മരണാനന്തര ബഹുമതിയായിട്ട് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്താണ്, ഗുസ്തി പരിശീലകനാണ് കേട്ടോ. വ്ളാദിർ മെസ്റ്റിവർഷ്യൽ എന്ന് പറയുന്നത് ഗുസ്തി പരിശീലകനാണ്. ബാക്കിയുള്ളവരെന്താണ്, കെ പളനിവേൽ ആയോധന കലയാണ്, തമിഴ്നാട് നിന്നുള്ള ആളാണ്. പിന്നെ ഭഗവാൻ ദാസ് റോയ്ക്കർ ആണെങ്കിൽ ആയോധന കല മധ്യപ്രദേശാണ്. പ്രവീൺ കുമാർ പാരാ അത്ലറ്റാണ്. ബൽദേവ് സിംഗ് ഹോക്കി കോച്ചാണ്. സവിത പുനിയ ഹോക്കിയുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്നു. ഹർമൻപ്രീത് ക്രിക്കറ്റാണ്. രോഹിത് ശർമ്മ ക്രിക്കറ്റാണ്. ഇത്രയും പേർക്കാണ് പത്മശ്രീ കിട്ടിയിരിക്കുന്നത്. ഇത്രയും പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ഉൾപ്പെടുന്നത് ഏത് എന്ന് ചോദിക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് കേട്ടോ. ഇനി അടുത്തത് സൈനിക പുരസ്കാരങ്ങൾ. 2026 കുറച്ച് സൈനിക പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്നതാണ്. നമുക്ക് നോക്കാം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് സഞ്ചരിച്ച ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംശു ശുക്ലയ്ക്ക് സമാധാന കാലത്തെ പരമോന്നത സൈനിക ബഹുമതിയായിട്ടുള്ള അശോക ചക്രയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ശുഭാംശു ശുക്ലയ്ക്ക് ഏതാണ് ലഭിച്ചിരിക്കുന്നത്? അശോക ചക്രയാണ് കേട്ടോ. പരമോന്നത സൈനിക ബഹുമതിയായിട്ടുള്ള അശോക ചക്രയാണ് ശുഭാംശു ശുക്ലയ്ക്ക് 2026 ലഭിച്ചിട്ടിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഗഗൻയാൻ പദ്ധതിയിലുള്ള മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ അവർക്ക് കിട്ടിയിരിക്കുന്നത് കീർത്തി ചക്രയാണ് കേട്ടോ. ഗഗൻയാൻ പദ്ധതിയിലുള്ള മലയാളിയായ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് കീർത്തി ചക്രയാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ കെ രൂപ എന്നിവർക്ക് ശൗര്യ ചക്രയും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സൈനിക പുരസ്കാരങ്ങളാണ്. ഒന്നും കൂടി ഉണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്തെ വാർത്താ സമ്മേളനത്തിലൂടെ ശ്രദ്ധേയായ കേണൽ സോഫിയ ഖുറേഷിക്ക് വിശിഷ്ട സേവാ മെഡലും ലഭിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോഫിയ ഖുറേഷിയൊക്കെ. വ്യോമിക സിംഗ്, സോഫിയ ഖുറേഷി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകളാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് അവരാണ് ഡീറ്റെയിലുകളൊക്കെ നമ്മുടെ ലോകത്തോട് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ ആ 2 പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അവർക്ക് വിശിഷ്ട സേവാ മെഡലാണ് ലഭിച്ചിരിക്കുന്നത്. പിന്നീട് ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്? ശുഭാംശു ശുക്ലയ്ക്ക് അശോക ചക്ര ലഭിച്ചിട്ടുണ്ട്. പിന്നെ ആർക്കാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ, അവർ ഗഗൻയാൻ പദ്ധതിയിലുള്ള മലയാളി സാന്നിധ്യമായിരുന്നു, അവർക്ക് കീർത്തി ചക്ര ലഭിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന, ലഫ്റ്റനന്റ് കമാൻഡർ കെ രൂപ എന്നിവർക്ക് ശൗര്യ ചക്രയാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സൈനിക പുരസ്കാരങ്ങൾ ഇത്രയെങ്കിലും ഓർത്തിരിക്കണം. ഇനി നമുക്ക് നോക്കാനുള്ളത് 2026 ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരമാണ് കേട്ടോ. 83ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ 2026. അതിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹാംനെറ്റ് ആണ് കേട്ടോ. ഗോൾഡൻ ഗ്ലോബ് 2026 മികച്ച ചിത്രമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹാംനെറ്റ് ആണ്. മികച്ച ചിത്രം കോമഡി മ്യൂസിക്കലിലെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ് കേട്ടോ. വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ് കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിൽ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. മികച്ച നടന്
കോമഡി ആൻഡ് മ്യൂസിക്കൽ വിഭാഗത്തിൽ തിമോത്തി ഷലമേറ്റ് ആണ് കേട്ടോ. ചിത്രം മാർട്ടി സുപ്രീം എന്നുള്ളതാണ്. മികച്ച നടൻ തിമോത്തി ഷലമേറ്റ് ആണ്. മികച്ച നടൻ മോഷൻ പിക്ചറിൽ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വാഗ്നർ മോറയാണ് കേട്ടോ. ചിത്രം ദി സീക്രട്ട് ഏജന്റ് എന്നുള്ളതാണ് കേട്ടോ. മികച്ച നടൻ മോഷൻ പിക്ചറിൽ വാഗ്നർ മോറയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ചിത്രം ദി സീക്രട്ട് ഏജന്റ് ആണ്. മികച്ച നടി കോമഡി മ്യൂസിക്കൽ വിഭാഗത്തിൽ റോസ് ബയർ ആണ് കേട്ടോ തിരഞ്ഞെടുത്തിരിക്കുന്നത്. റോസ് ബയർ. ഇതെല്ലാം പേരാണ്. ഇനി മികച്ച നടി മോഷൻ പിക്ചറിലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ജെസ്സി ബക്ലിയാണ് കേട്ടോ. ജെസ്സി ബക്ലി. അപ്പോൾ ഇത്രയും പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കട്ടെ. നിങ്ങൾ വായിച്ചത് ഞാൻ എൻ്റെ നോട്ട് PDF ഗ്രൂപ്പിൽ നാളെ അപ്ലോഡ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പോയിൻ്റ് ആക്കിയിട്ട് എഴുതി വെക്കുക കേട്ടോ. ഞാൻ പറയുന്ന പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിവിഷൻ സമയത്ത് ചിലപ്പോൾ ആകെ കൺഫ്യൂഷൻ അടിച്ചു പോകും. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. ഇനി മികച്ച സംവിധായകൻ, അതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മോഷൻ പിക്ചറിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് പോൾ തോമസ് ആൻഡേഴ്സനെയാണ് കേട്ടോ. ചിത്രം വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്നുള്ളതാണ് കേട്ടോ. മികച്ച സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സൺ ആണ്. മികച്ച ചിത്രം ഒന്ന് ഓർത്തിരിക്കുക, ഏതായിരുന്നു? ഹാംനെറ്റ് ആയിരുന്നു മികച്ച ചിത്രം, ഹാംനെറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മാധവ് ഗാഡ്ഗിൽ സാർ ജനുവരി 7 അന്തരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്, അതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ജനിച്ചിരിക്കുന്നത് 1942 മെയ് 24 പൂനെയിലാണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ജനിച്ച വർഷം എല്ലാം പഠിക്കണേ. 1942 മെയ് 24 അദ്ദേഹം ജനിക്കുന്നത്. പൂനെയിലാണ്. ഇനി അദ്ദേഹത്തിന് 1981 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. വർഷം അടക്കം പഠിക്കണം. 1981 പത്മശ്രീ. 1981 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2006 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിക്കുന്നത് കേട്ടോ. 2006 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പിന്നീട് 1982 MGK മേനോൻ അധ്യക്ഷനായിട്ടുള്ള സമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സൈലന്റ് വാലി പദ്ധതി ഉപേക്ഷിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ചിട്ടുണ്ടായിരുന്ന സമിതിയുടെ അധ്യക്ഷനായിരുന്നു. 2015 പിന്നെന്താണ്, ടൈലർ പ്രൈസ് 2015 ലഭിച്ചിട്ടുണ്ട്. 2015 ടൈലർ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. 2024 ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. 2026 ജനുവരി 7 അദ്ദേഹം അന്തരിക്കുന്നത്. അപ്പോൾ 2024 ഐക്യരാഷ്ട്രസഭയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 1981 പത്മശ്രീ ലഭിച്ചു. 2006 പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപീകരിച്ചിട്ടുണ്ടായിരുന്ന സമിതിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. പിന്നീട് 2015 ടൈലർ പ്രൈസും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹവുമായിട്ട് ഓർത്തിരിക്കണേ. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ഇതിൽ ഉൾപ്പെടാത്ത കുറച്ച് ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഫെബ്രുവരിയിലുള്ള PSC ബുള്ളറ്റിലും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2026 ജനുവരിയിലെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെയാണ് പഠിച്ചത്. അപ്പോൾ ക്ലാസ് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ എഴുതി വയ്ക്കുക, നോട്ട് തയ്യാറാക്കുക. എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലൊരു ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.